ആ എന്നിട്ട് എന്നിട്ട് എന്തായെന്ന് ഇപ്പൊ പറയാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുരുദേവ്. അപ്പൊ ഇന്ന് എന്റെ ഒരു സിസ്റ്ററിന്റെ കല്യാണമാണ്. അപ്പൊ ആ കല്യാണം കണ്ടുകൊണ്ട് ബാക്കി കഥ പറയാന്ന് കരുതി. എന്നിട്ട് ആ കസിൻ ബ്രദർ പറ്റിച്ചു പോയപ്പോ 3 പേര് ചേർന്ന് കൊടുക്കേണ്ട റെന്റ് 2 പേർക്ക് കൊടുക്കാൻ പറ്റാണ്ടായി. ആദ്യത്തെ ജോലി ആയതുകൊണ്ട് സാലറിക്ക് വളരെ കുറവായിട്ടായിരുന്നു കിട്ടിയിരുന്നത്. അങ്ങനെ ചെറിയ റേറ്റിൽ എവിടെ റൂം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ അന്ന് നോക്കിക്കൊണ്ടുണ്ടായിരുന്ന ആ കുട്ടിയുടെ ബിൽഡിങ്ങിൽ ചെറിയ റേറ്റിൽ റൂം ഉണ്ടെന്ന് കേട്ടത്. പെട്ടെന്ന് തന്നെ അവിടെ പോയി റൂമിന്റെ കാര്യം ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാൻ നോക്കിക്കൊണ്ടുണ്ടായിരുന്ന കുട്ടി അവിടുത്തെ റൂമിലെ ഓണറിന്റെ മകളാണെന്ന്. ആ മതി ദേവേട്ടാ, അധികം ബിൽഡപ്പ് കൊടുക്കണ്ട. ഇത്ര നേരം പറഞ്ഞത് കുട്ടി ഞാൻ തന്നെയാണ്. അതെ ഫ്രണ്ട്സ്, വായി നോക്കിയപ്പോൾ ഓണറിന്റെ മകളാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷെ ആ ഫ്ലാറ്റിൽ കീർത്തുട്ടിയുടെ ഗ്രാനി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കീർത്തുട്ടിയും കീർത്തുട്ടിയുടെ അച്ഛനും അമ്മയും ബ്രദറും വേറൊരു ഫ്ലാറ്റിൽ വേറെ സ്ഥലത്തായിരുന്നു താമസം. കീർത്തുട്ടിയുടെ ഗ്രാനി എടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചെറിയ റേറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു റൂം കിട്ടി. അങ്ങനെ ഞാനും എന്റെ ഫ്രണ്ടും അവിടെയായി താമസം. കീർത്തുട്ടിയുടെ ഗ്രാനി ഭയങ്കര ടോക്കറ്റീവ് ആയതുകൊണ്ട് ദിവസം പോകുന്തോറും ഞാനും ഗ്രാനിയും ഭയങ്കര ഫ്രണ്ട്ലി ആവാൻ തുടങ്ങി. പക്ഷെ കീർത്തുട്ടി അവിടെ ഇടയ്ക്ക് മാത്രമേ വരാറുണ്ടായിരുന്നുള്ളൂ. ഗ്രാനിയെ കാണാൻ കീർത്തുട്ടി സ്കൂട്ടിയിലായിരുന്നു വരാറുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു സ്കൂട്ടിയിൽ വരുന്ന കീർത്തുട്ടിയെ കാണാൻ. ഞങ്ങളുടെ റൂം ഗ്രൗണ്ട് ഫ്ലോറിലായതുകൊണ്ട് റൂമിന്റെ തൊട്ടടുത്തായിരുന്നു കേട്ടോ കീർത്തുട്ടി സ്കൂട്ടി പാർക്ക് ചെയ്തിരുന്നത്. പക്ഷെ അത്രയും ദിവസമായിട്ടും കീർത്തുട്ടിയുടെ മുഖം ഒന്നും കാണാൻ പറ്റിയില്ല. കാരണം അത് കൊറോണ ടൈം ആയതുകൊണ്ട് കീർത്തുട്ടി ഡെയിലി മാസ്ക് ഇട്ടായിരുന്നു വരാറുണ്ടായിരുന്നത്. അങ്ങനെ അവളോട് എങ്ങനെ മിണ്ടുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴായിരുന്നു ഒരു ദിവസം ഗ്രാനി എന്നെ വിളിച്ചിട്ട് പുറത്തോട്ടൊന്ന് വരാൻ പറഞ്ഞു. ഡോറ് തുറന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് ദേ ഗ്രാനിയുടെ കൂടെ കീർത്തുട്ടി നിൽക്കുന്നു. അപ്പൊ അതിനുശേഷം എന്താ ഉണ്ടായെന്ന് അടുത്ത വീഡിയോ പറയാം. അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ബൈ ഫ്രണ്ട്സ്.